NABHൻ്റെ സർട്ടിഫിക്കേഷനും അക്രഡിറ്റേഷനും ഒക്കെ നമ്മൾ വളരെ വ്യക്തമായി പ്രദർശിപ്പിച്ച് വയ്ക്കും നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബോർഡിൽ ഉൾപ്പെടെ. അവർ കൊടുക്കുന്ന എല്ലാ പ്രിൻറ്റിലും അത് പ്രദർശിപ്പിക്കും. എന്തിനാ? നമുക്ക് കൂടുതൽ പേഷ്യൻ്റ് എത്താനായിട്ട്. ഇന്നിപ്പോൾ NABH എടുക്കുന്ന പലരും TPA കൂടുതൽ നന്നായിട്ട്, ഇൻഷുറൻസ് വളരെ നന്നായിട്ട് കൂടുതൽ റേറ്റ് കിട്ടാനൊക്കെയാണ്. എന്തുകൊണ്ടാണ് TPAയിൽ കൂടുതൽ റേറ്റ് കിട്ടുന്നത്? ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സേഫായിട്ട് ഉള്ള പ്രാക്ടീസ് കാഴ്ചവെക്കുന്നുണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷനിൽ. പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പേഷ്യൻ്റ് റൈറ്റ്സിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. സോ പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എനിക്കൊന്ന് NABHൻ്റെ 10 ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ നമ്മുടെ വോട്ടവകാശം കൊടുത്ത് നമ്മൾ തിരഞ്ഞെടുത്തവർ ഭരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ ഹരിക്കപ്പെടില്ല എന്ന് വിശ്വസിക്കുന്നത് പോലെ പേഷ്യൻ്റ് അവരുടെ പണം തന്ന് നമ്മുടെ അടുത്തേക്ക് ചികിത്സ എന്ന് പറഞ്ഞ സർവീസ് വിലയ്ക്ക് വാങ്ങാൻ വന്നിരിക്കുമ്പോൾ അവർ തരുന്ന പണത്തിലാണ് നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിൽ അവരുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ 8 സ്റ്റാൻഡേർഡ്സിലായിട്ട് നമ്മൾ കണ്ടത്. ആ 8 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് 8ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ദ ഓർഗനൈസേഷൻ ഹാസ് എ സിസ്റ്റം ടു മോണിറ്റർ ആൻഡ് റിവ്യൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. സോ 8ാമത്തെ സ്റ്റാൻഡേർഡിൽ ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫീഡ്ബാക്ക്, കംപ്ലയിൻസ് ഒക്കെ എടുത്തിട്ട് അതുവഴി കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ നമ്മൾ റിവാർക്ക് ചെയ്യണം, റിവ്യൂ ചെയ്യണം, കൂടുതൽ നന്നായിട്ട് ഉള്ള കാര്യങ്ങളിൽ എഫക്റ്റീവ് ആക്കാനുള്ള കാര്യങ്ങളെ ഡിസൈഡ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രേപ്സ് മാർക്കറ്റിംഗ് ഒന്നുമില്ലാതെ തന്നെ ധാരാളമായിട്ട് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് സോഫ്റ്റ്വെയർ ഗ്രേപ്സ് ആണ്. 5.25-6 കോടിയോളം പേഷ്യൻസിൻ്റെ ഫയൽസ് നമ്മൾ ഇതിനകം മെഡിക്കൽ റെക്കോർഡ്സ് ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നടത്തുന്ന ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് അതിന് കാരണമാകുന്നത്. മാർക്കറ്റിംഗ് ഒട്ടുമില്ലാതെ കടന്നുപോയ 2 പതിറ്റാണ്ടുകൾ ഇത്രയധികം സ്റ്റേറ്റുകളിൽ, ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളെന്നും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലാണ്. എന്നിട്ട് വ്യക്തമായി മെഡിക്കൽ ടേംസിൽ തന്നെ സൊല്യൂഷൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ. സൊല്യൂഷൻ കൊടുത്താൽ മാത്രം പോരാ, ഒരുപാട് കമ്പനികൾ നല്ല സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ല സൊല്യൂഷൻസ്, ഇൻഡസ്ട്രി ബെസ്റ്റ് സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്, അത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മളുടെ ഹോസ്പിറ്റലിൽ വ്യക്തമായിട്ട് നടപ്പിലാക്കണം. PRE8E, the organization has a system to monitor and review the implementation of effective communication. This could be done through feedback or complaints from patients and other stakeholders.